ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാതനാഥായ. ഓം നമോ ഭഗവതേ നാരായണായ. ഏവർക്കും നാരായണീയ മധുരം ആസ്വദിക്കാൻ ഒരിക്കൽ കൂടി സ്വാഗതം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നാരായണീയത്തെ പറഞ്ഞിടുമ്പോൾ നാരായണാഖ്യനെ നമിച്ചിടുന്നു. നാരായണൻ വായുപുരത്തിലീശൻ നാവിൽ നിറഞ്ഞെന്നെ തുണച്ചിടേണേ. മോക്ഷക്കടൽ ഭാഗവതം പ്രസിദ്ധം മെല്ലെ കടഞ്ഞു നവനീതമഹോ ലഭിച്ചു. മന്നിൽ നരന്നു ഹരിഭക്തി ലഭിക്കുവാനായി മേൽപുത്തുരേക്ക് സദയം ശുഭ സ്തോത്രകാവ്യം. ശ്രീമന്നാരായണീയം ഈ സ്തോത്രകാവ്യം, അതിനെ നമ്മൾ നാരായണീയ മധുരമായി ആസ്വദിച്ചു തുടങ്ങിയിട്ട് ഒരു മണ്ഡലക്കാലം പൂർത്തിയാവുന്നു. ഇന്ന് 41-ാമത്തെ ദിവസമാണ്. 4-ാമത്തെ ദശകത്തിൽ 11-ാമത്തെ ശ്ലോകം ഇവിടെ നാം പാരായണം ചെയ്യുന്നു. അത് ചൊല്ലിയതിനു ശേഷം അതിൻ്റെ അർത്ഥം ഒന്ന് അനുസ്മരിച്ച് അതിനുശേഷം വീണ്ടും ഒരിക്കൽ കൂടി ആ ശ്ലോകത്തെ പാരായണം ചെയ്ത് തുടർന്ന് അതിൻ്റെ മലയാള പരിഭാഷയായ ശ്രീഹരിയം ഒരു നിഴൽ നാരായണീയം എന്ന ആ പുസ്തകത്തിലെ വരികൾ ചൊല്ലി നമുക്ക് സമർപ്പിക്കാം. അഗ്നിവാസരളവർക്ഷപക്ഷഗൈരുത്തരായണജുഷാ ച ദൈവതൈ പ്രാപിതോ രവിപദം ഭവത്പരോ മോദവാൻ ധ്രുവപദാന്തമീയത്തെ. ഭവത്പരഃ അഗ്നിവാസരളവർക്ഷപക്ഷഗൈഃ ഉത്തരായണജുഷാ ച ദൈവതൈ രവിപദം പ്രാപിതഃ മോദവാൻ ധ്രുവപദാന്തം ഈയത്തെ. ഭവത്പരഃ യോഗികളെ കുറിച്ചാണ് പറയേണ്ടത്, അല്ലേ? അഷ്ടാംഗ യോഗത്തെക്കുറിച്ചാണ്. യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി എന്നീ 8 അംഗങ്ങളോടുകൂടിയ ആ യോഗാംഗങ്ങളോടുകൂടിയ അഷ്ടാംഗ യോഗത്തെ
വർണ്ണിക്കുകയാണ്. ഇതാണ് ഇവിടെ നമ്മൾ ഈ അധ്യായത്തിൽ, ഈ ദശകത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇവിടെ ഭവത്പരഹ, അവിടുത്തെ പൂർണ്ണമായി സേവിക്കുന്ന ഒരു യോഗി, മുഖ്യമായി അവിടുത്തെ സേവിക്കുന്ന സേവകനായ ഭക്തനായൊരു യോഗി, അഗ്നിവാസരളവക്ഷപക്ഷകൈഹി, അഗ്നി, പകൽ, അതേപോലെ ആ പകൽ സമയം, ശുക്ലപക്ഷം, ഇവയെ അധിഷ്ഠാനം ചെയ്യുന്നവയും, അതേപോലെ തന്നെ അഗ്നി, പകൽ, ശുക്ലപക്ഷം, പിന്നെ ഉത്തരായണ ജുഷാച്ച, ഉത്തരായണ കാലാധിഷ്ഠിതങ്ങളായ ദൈവതൈഹി, ദേവതകളാൽ, രവിപദം പ്രാപിത, അങ്ങനെയുള്ള ആളുകൾ എന്ത് ചെയ്യും? രവിലോകത്തിലേക്ക്, സൂര്യലോകത്തിലേക്ക് എത്തിച്ചേരുന്നവരായി, പ്രാപിക്കപ്പെട്ടവനായി, മോദവാൻ, ആ മോദം എന്താണ്? ദിവ്യാനന്ദമാണ്. ദിവ്യാനന്ദം അനുഭവിക്കുന്നവനായി, ധ്രുവപദാന്തം ഈയത്തെ, ധ്രുവലോകം വരെ, ധ്രുവലോക പര്യന്തം എത്തിച്ചേരുന്നു. ആ യോഗിയുടെ അവസ്ഥ അതാണ് എന്ന് പറയുന്നു. ഒരിക്കൽ കൂടി ആ ശ്ലോകം ചൊല്ലാം. അതിനുശേഷം അതിൻ്റെ ശ്രീഹരിയ പരിഭാഷയും പാടി നമുക്ക് സമർപ്പിക്കാം. അഗ്നിവാസരവളക്ഷപക്ഷഗൈ ഉത്തരായണജുഷാച ദൈവതൈഹി പ്രാപിതോ രവിപദം ഭവൽപരോ മോദവാൻ ധ്രുവപദാന്തമീയത്തെ. മലയാള പരിഭാഷ ശ്രീഹരിയം, ഒരു നിഴൽ നാരായണീയം. നാരായണ 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 ശ്രീവാതനാഥ. അഗ്നി ദീനം പൗർണമിക്കും നാഥന്മാരാം ദേവകളാൽ സൂര്യലോകം പ്രാപിക്കുന്നു ഭക്തജനങ്ങൾ. അവിടുത്തെ ദേവലോക സൗകര്യങ്ങളാസ്വദിച്ച് അവസാനം ധ്രുവലോകം പ്രാപിച്ചിടുന്നു. നാരായണ 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 രാധാ ഗോവിന്ദ. നാരായണീയമാകുന്ന ഭക്തിസാഗരത്തിൽ മുങ്ങി ശ്രീഹരിയമെന്ന കല്ലു തപ്പിയെടുത്തു. മുത്തും പവിഴവും പോലെ ഭക്തിപൂർവം ഞാനീ കല്ലും മുരഹരി പാദങ്ങളിൽ സമർപ്പിക്കുന്നു. അടിയന്റെ വികൃതിയെ കൃതിയാക്കി മാറ്റുന്നോരാ വികൃതി തൻ വികൃതിക്കായി കാത്തിരിപ്പൂ ഞാൻ. വികൃതി തൻ വികൃതിക്കായി കാത്തിരിപ്പൂ ഞാൻ. സർവത്ര നാരായണ നാമ സങ്കീർത്തനം. നാരായണ നാരായണ നാരായണ.